അതെ, എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ. ഇന്ന് കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരം സമയമായി. അപ്പോൾ രാവിലെ ഉണ്ടായിരുന്നു. രാവിലെ നല്ല രാവിലെ 6:30-7 മണി ആകുമ്പോഴത്തേക്കും, അല്ല 6 മണി കഴിഞ്ഞിട്ട് 6:30 ആകുമ്പോഴത്തേക്കും നമ്മൾ പണിക്ക് ഇറങ്ങും കേട്ടോ. അപ്പോൾ 6:30 ആകുമ്പോൾ ഇറങ്ങി അവിടെയൊക്കെ കിളച്ചിട്ടു. അത് കഴിഞ്ഞ് കപ്പ നട്ടു, ചേന, ചേമ്പ്, പിന്നെ ഇഞ്ചി ഇത്രയും നട്ടുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് മുളക് തൈയും അതുപോലെ തന്നെ കുറച്ച് കുറ്റിപ്പയറും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നടാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു പണിയിലാട്ടോ. ഇവിടെ ഒരു കുറ്റി നിൽക്കുന്നുണ്ട്, നമ്മുടെ കാപ്പിയുടെ കുറ്റി. അപ്പോൾ അത് ഈ കാപ്പിയുടെ ഇത് വേര് പറിച്ച് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു തടമെടുത്ത് കുറച്ച് മുളക് നടാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. ആളെ കൂട്ടിയൊന്നുമല്ല കേട്ടോ ചെയ്യണേ, എല്ലാം തന്നെയാട്ടോ ചെയ്യണേ. ഇന്നപ്പോൾ നമ്മൾ രാവിലെ ഇഞ്ചി നട്ടു. പിന്നെ ഇന്നലെ മിനിഞ്ഞാന്ന് കപ്പ നട്ടു. കുറച്ചുള്ളെങ്കിൽ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഇന്ന് അത്യാവശ്യത്തിനൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്. കാപ്പിയുടെ വേര് കുത്താൻ ഇച്ചിരി പാടൊക്കെ കേട്ടോ, വലിയ എളുപ്പമൊന്നുമല്ല, ഇത്തിരി മസിലൊക്കെ പിടിക്കണം. എന്നാലും കുഴപ്പമില്ല, അതൊക്കെ പറിച്ച് റെഡിയാക്കി നമുക്കവിടെ സെറ്റാക്കണം. അതൊക്കെയാണ് ഇന്നത്തെ ചെറിയ വീഡിയോ എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നട്ട വാഴകളെല്ലാം കുലച്ചു കേട്ടോ. അതായത് നമുക്ക് കഴിക്കാനും എല്ലാവർക്കും കൊടുക്കാനൊക്കെ ഇഷ്ടം പോലെ കൊലയുണ്ടായി. ഒന്നുപോലും പുറത്തൊന്നും കൊടുത്തില്ല, വിറ്റതൊന്നുമില്ല. അതായത് പുറത്ത് കൊടുത്തില്ല എന്ന് വെച്ചാൽ വിറ്റില്ലാന്ന്. ബാക്കി എല്ലാവർക്കും നമ്മളിങ്ങനെ ഓരോ കൊല വെച്ച് കൊടുക്കുക ചെയ്തത് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടായി, ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. കണ്ണൻകായാണ് ഇവിടെ കൂടുതൽ. പിന്നെ ചുണ്ടിലക്കണ്ണനുണ്ട്, ഞാലിപ്പൂവനുണ്ട്. ഏത്തവാഴ 10-15 നട്ടായിരുന്നു. അത് മൊത്തം ഒരു പകുതി മൂപ്പായപ്പോഴത്തേനും കഴിഞ്ഞ് വേനക്ക് ഒടിഞ്ഞു പോയ കാറ്റും മഴയൊക്കെ വന്ന സമയമില്ലേ, അന്നേരം വട്ടം ഒടിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ അത് പോയി. അപ്പോൾ ഇന്നിപ്പം ഈ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വൈകുന്നേരമായപ്പോൾ കുറച്ച് തണലുണ്ടല്ലോ, എന്നാൽ പിന്നെ വന്ന് ഇതങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചേച്ചെന്താ ഇതിൻ്റെ പരിപാടിയിലാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടെ ഒരു കുറച്ച് മണ്ണിങ്ങോട്ട് വെട്ടിയിട്ട് ഇവിടെ ഒരു ഇതാക്കി നമുക്ക് തടമെടുത്ത് നടാൻ വേണ്ടിയിട്ട്. അപ്പം ശരി, അപ്പം താങ്ക് യു. അങ്ങനെ കാപ്പിയുടെ വേര് പറിച്ച് സക്സസ്സായി. ഓക്കെ, കണ്ടോ അവിടെ എന്തെങ്കിലും നടാനായിട്ട് നല്ലൊരു കുഴി കിട്ടിയില്ലേ. അത് നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ എടുക്കാം. കാപ്പിയുടെ വേര് കത്തിക്കാൻ നല്ലതാ. എന്നാടാ അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. അതെ, ഒരു പരീക്ഷണം നടത്തി നോക്കാം. എന്നാ നമുക്ക് നോക്കാം. പ്ലാവ് ഇതുവരെയും കായ്ക്കാത്ത ഒരു പ്ലാവാട്ടോ. അപ്പോൾ പ്ലാവിൽ നമുക്കിതാ ഇതുപോലെ നമുക്കിങ്ങനെ വട്ടമിട്ട് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് അടുത്ത വർഷത്തേക്ക് ചക്ക ഉണ്ടാകുമോ എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. എൻ്റെ ഇത് കണ്ടോ പോയതാ, ഉള്ളിത് ഇതുപോലെ ഇരിക്കുന്നതാ. അപ്പം എങ്ങനെയാവും എന്നറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ ഇത്രയും ഭാഗം വെച്ചിട്ട് അതിൻ്റെ ബാക്കി ആ സെൻറ്ററിലുള്ള തോല് നമ്മൾ ഇളക്കി കളയണം. അപ്പോൾ അടുത്ത വർഷത്തേക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ ഈ യൂട്യൂബ് വീഡിയോയിൽ കണ്ടേക്കണതാ, ഇങ്ങനെ ചെയ്താൽ ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഉണ്ടായേക്കണതിൻ്റെ ഒരു ഇത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും കുറേ പേരിങ്ങനെ ഇതുപോലെ ചെയ്തിട്ടുണ്ടായി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ശരിയാക്കി നോക്കട്ടെ. ഇതുപോലെ നമുക്ക് അങ്ങനെ അത്രയും ഭാഗത്ത് ഇത് കളയണം. അങ്ങനെ മുളക് തൈയും പയറൊക്കെ നട്ടു കേട്ടോ. അത് കഴിഞ്ഞ് കയറി വന്നതാണ്. അയ്യോ, വേർത്തൊലിക്കണോ, അത്ര ചൂടാണ് അവിടെ. ഇനി കട്ടൻ കാപ്പിയായിട്ട് പോവുകയാണ്. ഇനി ആൾ കയറി വന്നിട്ടില്ല, പോവുകയാണ്. കാണിച്ചു തരാം കേട്ടോ. അയ്യോ, മടുത്തു. നമ്മുടെ കാപ്പി വേര് പറിച്ചിട്ടേക്കണത്. പിന്നെ ഇത് മോതിരവളയം എന്ന് പറയുന്ന സംഭവം നമ്മുടെ മാവിനും പ്ലാവിനും ഫ്രൂട്ട് പ്ലാന്റൊക്കെ അങ്ങനെ ചെയ്ത് കൊടുത്താൽ നന്നായിട്ടുണ്ടാവും എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഞാൻ മുളക് തൈയും പച്ചമുളക് പിന്നെ അതുപോലെ പയറൊക്കെ നട്ടിട്ട് ചപ്പും ചവറൊക്കെ വെച്ച് മൂടിയേക്കും കേട്ടോ. ഇച്ചിരി ഇത് നടാൻ കൂർക്കക്കിഴങ്ങ്, നമ്മൾ കറിക്ക് മേടിച്ച കൂർക്കക്കിഴങ്ങായിരുന്നേ. അത് ഇട്ട് പാകി മുളപ്പിച്ചൊരു 10-20 ചൂട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന വാരം അത് കണ്ടോ,
സജൻ അവിടെ എന്ത് ചെയ്യുന്നു? അതെ, കൂർക്കക്കിഴങ്ങ് പാകി പിടിപ്പിച്ച് തയ്യാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഈ വാരത്തിലങ്ങ് നടാൻ പോവാം. കറിക്ക് കിട്ടി നമുക്ക് കറിക്ക് ആവുമല്ലോ. ഓക്കെ, അപ്പം ഇത് പാകി കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ നോക്കിക്കേ. മതി അത്രയും വലിയ കൂടി അത് മതി. അതെ, കൂർക്കക്കിഴങ്ങ് നട്ട് കഴിഞ്ഞു. കൂർക്കക്കിഴങ്ങ് അങ്ങനെ നട്ട് കഴിഞ്ഞു. അതങ്ങ് നട്ടേക്കായിരുന്നല്ലോ. അതെ, ഒരു ചേന വിത്ത് കണ്ടോ? അത് അത്രേ ഉള്ളൂ കേട്ടോ. നമ്മളത് നടാൻ പോകും. എന്തായാലും കളയണമൊന്നുമില്ല. നമുക്കത് നട്ടിട്ട് നമ്മൾ നോക്കാം എങ്ങനെയുണ്ട്, വളർന്നു വരുമ്പോൾ എന്തോരം ആവുന്നു. അത് കണ്ടോ, ഒരു ചെറിയ കുഞ്ഞി പീക്കിരിയുള്ളേ. അപ്പം നടാൻ പോവാണേ. അതേ, പറമ്പിൽ നമ്മളിപ്പം കുറച്ച് സാധനങ്ങളൊക്കെ നടാൻ പോയില്ലേ, ചേമ്പ് ചേനയൊക്കെ നട്ടുകൊണ്ടിരുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ 1-2 ചേമ്പ് പറിക്കാൻ നമ്മളത് പറിച്ച് അവിടെ നടാൻ വേണ്ടിയിട്ട് നോക്കി കഴിഞ്ഞപ്പം നമുക്കൊരു ചൂട് ചേമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇത്രയും കിഴങ്ങുണ്ടായിരുന്നു. അത് നമുക്ക് പുഴുങ്ങാൻ അതിൻ്റെ കൂടെ 2 കപ്പ, ചെറിയ കപ്പയാണ്, എന്നാലും ഈ ചേമ്പിൻ്റെ കൂടെ ഇട്ട് പുഴുങ്ങാൻ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ പുഴുങ്ങി ഒരു കാന്താരി മുളകും ഒക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് മുക്കി തിന്ന് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അതിൻ്റെ കൂടെ ഇത്തിരി കട്ടൻ ചായയൊക്കെ ആയാലോ, അതും ഈ മഴയുള്ള സമയത്ത് നല്ല മഴക്കാറും നല്ല മഴയൊക്കെ പെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് കപ്പ പുഴുങ്ങിയതും ചേമ്പ് പുഴുങ്ങിയതൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കാം. നമ്മുടെ ഇരുമ്പുപുളി അങ്ങനെ നിൽക്കണേണ്ട.